അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം നമ്മളിൽ എപ്പോഴും സദാ വർഷിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖ് കിട്ടിയ, വലിയ സൗഭാഗ്യം കിട്ടിയ അടിമകളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ ദിക്റിൻ്റെ ദുആഇൻ്റെ മജ്ലിസിനെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ആരെല്ലാം ദുആ വസിയത്ത് പറയുന്നുണ്ട് അവരുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. ആമീൻ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു നിധിയെ പറ്റിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇനി പറയാൻ പോകുന്ന ദിക്റിനെ പറ്റി പറഞ്ഞത് കൻസും മിൻ കുനൂസിൽ ജന്ന എന്നാണ്. സ്വർഗത്തിൻ്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് ഇനി പറയാൻ പോകുന്ന ദിക്ർ. തീർന്നില്ല, ഈ ദിക്റിന് മറ്റൊരു ശ്രേഷ്ഠതയുണ്ട്. അതായത് കാന ദവാഅം മിൻ തിസ്അത്തിൻ വതിസ്ഈന ദാഅ ഐസറുഹാ അൽ ഹം. നബി തങ്ങൾ പറയുന്നു, ഇത് 99 രോഗങ്ങൾക്ക് ശിഫയാകുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന ദിക്റാണ് പറയാൻ പോകുന്നത്. ആ ദിക്ർ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലങ്ങളിൽ ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസികമായ ടെൻഷനുകൾ മാറുന്നതാണ്. ഒരു മനുഷ്യൻ രാവിലെയും വൈകുന്നേരവും ഈ ദിക്ർ പതിവാക്കിയാൽ കുറച്ചെണ്ണം, ഒരു 3 എണ്ണമെങ്കിലും അവൻ ദിവസേന പറഞ്ഞാൽ അവന് ദാരിദ്ര്യം, ഫഖർ ഉണ്ടാവില്ല എന്നാണ്. അവൻ്റെ റിസ്ഖ് വിശാലമാകും. ആപത്ത്, മുസീബത്ത്, കണ്ണേറ്, സിഹ്റിനെ തൊട്ടുള്ള കാവലുണ്ടാകും. ഏതാണ് അത്ഭുതപ്പെടുത്തുന്ന ദിക്ർ? ഇൻഷാ അള്ളാഹ് നമുക്കെല്ലാവർക്കും ഈ ദിക്ർ ഒന്നിച്ച് പറഞ്ഞ് അവസാനം ദുആയിലേക്ക് കടക്കാം. എല്ലാവരും ഒന്നിച്ച് പറയുക. ഈ ദിക്ർ പറയുമ്പോൾ വുളു വേണമെന്നോ അല്ലെങ്കിൽ നിസ്കാരമില്ലാത്ത ഉമ്മമാർക്ക് പറയാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഇത് പറയാവുന്നത്. ഏത് ജോലിയും ചെയ്യുമ്പോഴും ഇത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ആ ദിക്റിലേക്ക് പ്രവേശിക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. 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 ലാ ഹൗല വലാ ഖുവത
إلا بالله العلي العظيم لا حول ولا قوة 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 إلا بالله العلي
العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم നമ്മുടെ പ്രതിനിധികളായി ഹജ്ജിന് പോയിട്ടുള്ള അല്ലാഹുവിൻ്റെ അതിഥികളായ ഹാജിമാർ ആ ഹാജിമാർ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും അല്ലാഹു കബൂലാക്കട്ടെ നമുക്കും താമസിയാതെ വരുന്ന വർഷങ്ങളിൽ ഹജ്ജും ഉംറയും സിയാറത്തൊക്കെ ചെയ്യാൻ അല്ലാഹു തൗഫീക്ക് തരട്ടെ ആമീൻ വിശുദ്ധമായ ഖുർആനിലെ അതിശ്രേഷ്ഠമായ സൂറത്തുൽ ഇഖ്ലാസ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു മഹാനവകരുടെ ഫതുഹുൽ മുഈൻ എന്ന ലോക പ്രശസ്ത വിശ്വവിഖ്യാതമായ ഗ്രന്ഥത്തിൽ നമുക്ക് പറഞ്ഞു തരുകയാണ് ദുൽഹിജ്ജ മാസത്തിൽ ഒരു മനുഷ്യൻ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അവനിക്ക് നിരവധി പ്രതിഫലങ്ങളാണ് ഒരുപാട് പ്രതിഫലമുണ്ട് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അത് ഖുർആനിൻ്റെ സുലുസുൽ ഖുർആനിൻ്റെ മൂന്നിൽ ഒരു ഭാഗമാണ് ഒരു പ്രാവശ്യം നമ്മൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ഖുർആനിൻ്റെ മൂന്നിൽ ഒരു ഭാഗം ഓതി 3 പ്രാവശ്യമായാൽ
ഖുർആൻ ഖത്മ് തീർത്തതുപോലെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മഹാനവർകൾ പറയുന്നത് ഈ വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ ഓരോ ദിവസവും 200 പ്രാവശ്യം നമ്മൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതണമെന്നാണ്. 200 പ്രാവശ്യം എങ്ങനെ ഓതി തീർക്കും ഉസ്താദെ? ഒറ്റ ഇരിപ്പിന് അങ്ങോട്ട് ഓതണ്ടേ? അങ്ങനെയൊന്നുമില്ല. ഒരു ദിവസം നമ്മൾ 200 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ മതി. ഓരോ നിസ്കാരത്തിന് ശേഷം 20 പ്രാവശ്യമോ അല്ലെങ്കിൽ 25 പ്രാവശ്യമോ 10 പ്രാവശ്യമോ നിസ്കാരങ്ങൾക്ക് ശേഷമോ രാത്രിയോ പകലൊക്കെ ആയിട്ട് നമുക്ക് സമയം കിട്ടുന്നത് പോലെ സൂറത്തുൽ ഇഖ്ലാസ് 200 പ്രാവശ്യം ഓതി തീർത്താൽ മതി. ഇപ്പോൾ നമുക്കൊന്ന് സൂറത്തുൽ ഇഖ്ലാസ് ഇൻഷാ അല്ലാഹ് ഓതാം. സൂറത്തുൽ ഇഖ്ലാസ് ഏതെങ്കിലും ഒരാൾ ഓതിയാൽ ആ സൂറത്തുൽ ഇഖ്ലാസ് ഇവനെ ഇഷ്ടപ്പെടുമെന്നാണ്. സൂറത്തുൽ ഇഖ്ലാസ് ഏതെങ്കിലും ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ അവൻ നേരെ സ്വർഗ്ഗത്തിലാണെന്നാണ്. അല്ലാഹു തആല തൗഫീഖ് തരുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ പോകുന്നു. പിന്നെ ഉദു ഇല്ല, അതുകൊണ്ട് ഓതാൻ പറ്റൂല, അങ്ങനെയൊന്നുമില്ല. ഉദു ഇല്ലാത്തവർക്കും ഇത് ഓതാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല പരിപൂർണമായി സ്വീകരിക്കട്ടെ. നമ്മുടെ ഓത്തിനെ അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അൽഹംദുലില്ലാ, പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ എല്ലാവരും ഓതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു തആല ഈ സൂറത്തുൽ ഇഖ്ലാസ് ഓതുമ്പോൾ എന്തെല്ലാം മുറാദുകൾ നമ്മുടെ മനസ്സിലുണ്ടോ, ആവശ്യങ്ങളുണ്ടോ, എല്ലാം അല്ലാഹു തആല സഫലീകരിച്ച് തരുമാറാവട്ടെ. എന്തെല്ലാം വിഷമങ്ങൾ, സങ്കടങ്ങളുണ്ടോ എല്ലാം അല്ലാഹു തആല മാറ്റി എല്ലാവിധ ഖൈറും സലാമത്തും നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിരവധി പേര് നമ്മളോട് ദുആരക്കാൻ ഒരുപാട് കമന്റിലൂടെയും ഫോണും വിളിച്ചും നേരിട്ടുമൊക്കെ കണ്ടു പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വിഷമങ്ങളുള്ളവർ, സങ്കടങ്ങളുള്ളവർ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ ചെറിയൊരു ദുആ നമ്മൾ നടത്തുകയാണ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, അല്ലാഹുവേ പടച്ചവനെ, വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് ഞങ്ങൾ ഓതിയിട്ടുണ്ട്. നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ റഹ്മാനെ. ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളുള്ളവർ, സങ്കടങ്ങളുള്ളവർ, രോഗങ്ങളുള്ളവർ, ബുദ്ധിമുട്ടുള്ളവർ ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്, വസിയ്യത്ത് തന്നിട്ടുണ്ട്. എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രശ്നങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. വിഷമങ്ങൾ മാറ്റിത്തരണേ അല്ലാഹ്. രോഗങ്ങൾ നീ ദൂരീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, പരിശുദ്ധമായ ഈ ദുൽഹിജ്ജ മാസം ഞങ്ങൾക്ക് എല്ലാവർക്കും അനുകൂലമായ സാക്ഷിയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഈ ദുൽഹിജ്ജ മാസത്തിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അതിൻ്റെ പോരാ
പോരായ്മകൾ പരിഹരിച്ച് നീ സ്വീകരിക്കണേ റഹ്മാനെ. റഹ്മാനെ അല്ലാഹുവേ, പരിശുദ്ധമായ ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ മുത്ത് റസൂലിന്റെ ചാരച്ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറയാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നീ തൗഫീഖ് തരണേ അല്ലാ. അവസാനം കലിമ ചൊല്ലി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ആരെല്ലാം ദുആയിൽ പങ്കെടുക്കുന്നുണ്ടോ, ആരെല്ലാം ഈ സദസ്സിൽ പങ്കെടുക്കുന്നുണ്ടോ, അവരുടെ ജീവിതത്തിൽ എല്ലാവിധ സമാധാനവും നീ കൊടുക്കണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കച്ചവടത്തിൽ, ഞങ്ങളുടെ മക്കളിൽ എല്ലാത്തിലും നീ ഖൈറും സലാമത്തും തരണേ അല്ലാ. കടങ്ങൾ മാറ്റിത്തരണേ അല്ലാ. പ്രയാസ പ്രതിസന്ധികൾ മാറ്റിത്തരണേ അല്ലാ. മാരകമായ അസുഖങ്ങൾ വരുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.